ഊട്ടി കൊടൈക്കനാലിലൊക്കെ പോകുന്നൊരു ഫീലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കണ്ട. അപ്പോൾ നിങ്ങൾ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല ഫീലോടുകൂടി നമുക്ക് നടന്ന് കയറാൻ പറ്റും. എൻ്റെ പേര് റൈറ്റ് റവറൻഡ് ഡോക്ടർ വിൻസൻ കെ പീറ്റർ, തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറാണ്. നെയ്യാറ്റിൻകര രൂപതയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് തെക്കൻ കുരിശുമല. തമിഴ്നാട്, കേരള ഗവൺമെൻറ്റുകളുടെ അതിർത്തികൾ പങ്കിടുന്ന ഒരു പ്രദേശമാണ് തെക്കൻ കുരിശുമല. 7ാമത്തെ കുരിശുവരെ കേരളത്തിലും 8 മുതൽ മുകളിലോട്ടുള്ള 14 വരെയുള്ള കുരിശുകൾ തമിഴ്നാട്ടിലുമാണ് നിലകൊള്ളുക. 1957 മാർച്ച് മാസം 27-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് കുണ്ടങ്കോട് സെൻറ്റ് ജോസഫ് ഇടവക വികാരിയായിരുന്ന ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് OCD ആണ് നെറുകയിൽ കുരിശ് സ്ഥാപിച്ചത്. കുരിശ് സ്ഥാപിക്കുന്നതിലേക്ക് വേണ്ടുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് പ്രദേശത്തിലെ സാംക്രമിക രോഗങ്ങളിൽ നിന്ന് വിമുക്തി നേടുന്നതിലേക്ക് വേണ്ടി ഒരു കുടുംബം കുരിശിൻ്റെ അടുത്തുള്ള ഒരു ഗുഹയിൽ താമസിക്കുകയും ജോർജും കുടുംബവുമാണ്. അവർക്ക് അവിടെ ജീവിത ക്ലേശങ്ങളും സാംക്രമിക രോഗങ്ങളുമൊക്കെ ഉണ്ടായപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടുന്നതിലേക്ക് വേണ്ടി ഒരു മലയുടെ മുകളിൽ ഒരു സ്ഥലത്ത് ഒരു പാറപ്പുറത്ത് അവരൊരു കുരിശ് നാട്ടി പ്രാർത്ഥിച്ചു. അതിലൂടെ അവർക്ക് ലഭ്യമായ സൗഖ്യം അന്നത്തെ ഇടവക വികാരിയായിരുന്ന പന്നിമല പത്താംപീസ് ദേവാലയത്തിലെ ഇടവികാരി ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് OCD അറിയിക്കുകയും അദ്ദേഹവും സഹപ്രവർത്തകരായ സത്യനേശൻ ഉപദേശിയുമായിട്ട് ആ ഗുഹ സന്ദർശിക്കുകയും അതിനുശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മലയുടെ മുകളിൽ ഒരു മരക്കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു. 1975 ഇപ്പോൾ കാണുന്ന 24 അടി ഉയരമുള്ള കോൺക്രീറ്റ് കുരിശ് ഫാദർ ഫ്രാൻസിസ് നീറ്റാണി സ്ഥാപിച്ചത്. കുരിശുമലയിലേക്ക് കയറിപ്പോകുന്നിടത്ത് 14 കുരിശുകളുണ്ട്. തീർത്ഥാടകർ അവിടെ വരുന്നത് ഈ 14 കുരിശിൻ്റെ ഇടങ്ങളിലും സന്ദർശിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. സാധാരണ കുരിശുമല തീർത്ഥാടനം നടക്കുന്നത് എല്ലാ വർഷവും ഓശാന ഞായറാഴ്ചയ്ക്ക് മുമ്പുള്ള ഞായറാഴ്ച തീരത്തക്ക രീതിയിൽ ഒരാഴ്ചയും പിന്നെ പെസഹവേഴം ദുഃഖവെള്ളി ഈ ദിവസങ്ങളിലാണ് അവിടെ തീർത്ഥാടനം നടക്കുന്നത്. കേരള, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ലക്ഷോപലക്ഷം ആൾക്കാരാണ് കുരിശുമല സന്ദർശിക്കുന്നതിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് നോമ്പ് കാലം 40 ദിവസത്തെ നോമ്പ് അനുഷ്ഠിച്ച് ഈസ്റ്ററിനോടനുബന്ധിച്ച് ആൾക്കാർ മല കയറുന്നുണ്ട്. തീർത്ഥാടനം നടക്കുന്ന ദിവസങ്ങളിൽ രാവും പകലും അവിടെ മല കയറേണ്ട അവസരമുണ്ടാകും. മറ്റ് ദിവസങ്ങളിൽ രാവിലെ 5 മുതൽ വൈകുന്നേരം 5 മണി വരെ മല കയറി പ്രാർത്ഥിക്കുന്നതിലേക്ക് വേണ്ടുന്ന അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഈ തീർത്ഥാടന കേന്ദ്രം പ്രകൃതി രമണീയമാണ്. സഖ്യ പർവ്വത നിരയിലാണ് ഇത് സ്ഥാപിതമായിരിക്കുന്നത്. അവിടെ വന്ന് നോക്കുന്ന സമയത്ത് വളരെ മനോഹരമായുള്ള സീനറി കാണാൻ വേണ്ടി സാധിക്കും. വലത് ഭാഗത്തായിട്ട് മൗണ്ട് കാർമൽ ഇക്കോ പിൽഗ്രിം ടൂറിസം സെൻറ്റർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയും ധാരാളം ആൾക്കാർ വരികയും വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് മടങ്ങുകയും ചെയ്യുക സ്വാഭാവികമാണ്. അത് മിനി ഊട്ടി എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ദ ഹെവൻ ഓഫ് ട്രിവാൻഡ്രത്തിൻ്റെ സ്വർഗം എന്നും അറിയപ്പെടുന്നുണ്ട് ഈ പ്രദേശം. ഈ പ്രദേശത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അഭ്യുദയാംശങ്ങളെ കുറിച്ച് നിങ്ങളെ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് വെള്ളട തെക്കൻ കുരിശുമല എന്നറിയപ്പെടുന്ന ആ കുരിശുമലയുടെ ബേസ് ക്യാമ്പിലാണ് ഉള്ളത്. മല കയറാൻ പോവുകയാണ്. ഇവിടുന്ന് എത്ര മണിക്കൂർ കൊണ്ട് നമുക്ക് മല കയറാൻ നോർമലായിട്ട് മല കയറാൻ പറ്റും, അതേപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ എന്നാലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് തരാൻ പറ്റും. ഈ മേളിൽ കാണുന്നത് ഒരു കുരിശടിയാണ്. ഇതിന് എതിർവശത്തും 2-3 കുരിശടികളുണ്ട്. പ്രവേശന കവാടം ഇതാണ്. ഇവിടെ നമ്മൾ കയറിയാണ് നമ്മൾ പോകേണ്ടത്. കോൾഡ് വാട്ടർ വേണമെങ്കിൽ കോൾഡ് വാട്ടർ ഉണ്ട്, നോർമൽ വാട്ടർ വേണമെങ്കിൽ നോർമൽ വാട്ടർ ഉണ്ട്, അതുകൂടാതെ ഹോട്ട് വാട്ടർ വേണമെന്നുണ്ട് ഹോട്ട് വാട്ടറും ഉണ്ട്. നിലവിൽ ഇവിടെ ബേസ് ക്യാമ്പിൽ ഭക്ഷണത്തിനുള്ള സൗകര്യമില്ല. അപ്പോൾ ആറാട്ടുകുഴി എന്ന് പറയുന്ന ആ ജംഗ്ഷനിലോ പൂതക്കാളി എന്ന് പറയുന്ന ആ ജംഗ്ഷനിലോ ഒക്കെയാണ് ഭക്ഷണത്തിന് സൗകര്യമുള്ളത്. അപ്പോൾ അതല്ലാതെ നിങ്ങൾക്ക് ഭക്ഷണം
ഇവിടെ ബേസ് ക്യാമ്പിൽ ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരാളെ ഏർപ്പാടാക്കി തരാം. ഭക്ഷണവും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇണക്കി തരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരാളെ ഏർപ്പാടാക്കി തരാം. പള്ളിയുമായിട്ട് അറിഞ്ഞ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് വേണ്ട എല്ലാ സഹായങ്ങളും അദ്ദേഹം ഒരുക്കി തരുന്ന ഈ കാണുന്നതാണ് അജീവകുമാർ എന്ന് പറയുന്ന ഉണ്ണി. വരുന്നവർക്കൊക്കെ ഇവിടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. വരുന്നവർക്ക് ഒരു താമസ സൗകര്യം വേണം, അതൊക്കെ ഇണക്കി ഭക്ഷണങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കാൻ സാധിക്കുമല്ലോ. ഇവിടെ വരുമ്പോൾ വേണ്ട എന്ത് സൗകര്യങ്ങൾ വേണം അദ്ദേഹം ഇണക്കി തരും. ഭക്ഷണ കാര്യങ്ങളാണ് ഇവിടെ ബേസ് ക്യാമ്പിലാണെങ്കിലും ഭക്ഷണങ്ങൾ സൗകര്യം ഇണക്കി തരും. അത് കണക്കാണ് നിങ്ങൾക്ക് മുകളിൽ അവിടെയും ഭക്ഷണം വേണമെന്നുണ്ട് ആവശ്യമായ കാപ്പി അത് ഇതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ ഇണക്കി തരാൻ ഇദ്ദേഹത്തിന് സാധിക്കും. ഇപ്പോൾ തൽക്കാലം കോൺടാക്ട് ചെയ്യാനുള്ള വാട്സാപ്പ് നമ്പർ അജുകുമാറിൻ്റെ നമ്പറാണ് നിങ്ങൾക്ക് തരുന്നത്. അത് ഇതല്ലാതെ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്ക് ഇവിടെ എല്ലാവർക്കും ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന വാട്സാപ്പ് നമ്പരും ഫോൺ നമ്പരൊക്കെ ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെയാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെയൊക്കെ ഡിസ്കഷനൊക്കെ ഞങ്ങൾ കുറച്ച് നടത്തിയിട്ടുണ്ട്. ഏത് കാലാവസ്ഥയിൽ വന്നാലും നമുക്ക് മലകയറ്റം സാധ്യമാകുന്ന രീതിയിലാണ് ഉള്ള കാര്യങ്ങളൊക്കെ ഇണക്കി തരും. ഇപ്പോൾ നിങ്ങൾ കുറച്ച് വൈകിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ കുളിച്ചൊരുങ്ങി മലകയറാൻ പറ്റുന്ന സംവിധാനം ഇണക്കി തരും. ഒന്നിലധികം ആൾക്കാർ വന്നാലും ഗ്രൂപ്പായിട്ട് വന്നാലും അവർക്കൊക്കെ ഓരോരുത്തർക്കായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ടോയ്ലറ്റ് സംവിധാനമുണ്ട്. ഇപ്പോൾ ഇവിടെ നിലവിൽ ഓപ്പൺ ഹാളുണ്ട്. യുവാക്കളൊക്കെയാണ് വരുന്നതെങ്കിൽ ഓപ്പൺ ഹാളിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് പോകാം. അതല്ലാത്ത സംവിധാനം വേണമെന്നുണ്ടെങ്കിലും അടുത്ത് തന്നെ വേറെ ടൂറിസ്റ്റ് ഹോമുണ്ട്. ടൂറിസ്റ്റ് ഹോമിൽ പോകേണ്ടവർക്ക് ടൂറിസ്റ്റ് ഹോമിൽ പോകാൻ പറ്റും. അതല്ലാതെ തന്നെ ഇവിടെ തന്നെ ഈ ചെറിയ ഫീസിന് ഉള്ള രീതിയിൽ റൂമുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ തന്നെ ഇടവയ്ക്കും ഈ ഉണ്ണി എന്ന് പറയുന്ന അജുകുമാറിന് സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ ഗൈഡൻസിലാണ് ഞാനിപ്പോൾ മലകയറാൻ പോകുന്നത്. ശരി, നമുക്ക് ഇവിടുന്ന് നേരെ മലകയറാം. ബായോ. തീർത്ഥാടകർ പ്രാർത്ഥനാ നിർഭരമായി കുരിശുമല കയറുന്നതിൻ്റെ ഒരു ആരംഭ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. കുരിശുമലയുടെ സെക്കൻഡ് കവാടമാണ് ഈ കാണുന്നത്. കുരിശുമല തീർത്ഥാടന കേന്ദ്രം എന്ന് നെയ്യാറ്റിൻകര രൂപത എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കേരളത്തിൻ്റെ നാനാ തുറകളിൽ നിന്നും വെള്ളട തീർത്ഥാടന കാലത്ത് ഈ കാണുന്ന കുരിശുകളൊക്കെ ഏന്തിട്ടാണ് ഭക്തജനങ്ങൾ മല ചവിട്ടി കയറുന്നത്. വിശ്വാസത്തിൻ്റെ ശക്തി എന്താണെന്നുള്ളതും വിശ്വാസത്തിൻ്റെ ആ അളവുകോൽ എന്താണെന്നുള്ളതിൻ്റെ ഒരു എവിഡൻസാണ് ഈ ഭീമാകാരമായ കുരിശുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുരിശുമല കയറി വരുമ്പോഴേക്കും വലത് സൈഡിൽ ഒരു ഇടത്താവളമുണ്ട്. അപ്പോൾ ടയേർഡായിട്ട് വരുന്നവർക്ക് ആവശ്യം വേണ്ട ഭക്ഷണങ്ങളും സ്നാക്സുകളൊക്കെ ഇവിടുന്ന് കിട്ടും. അപ്പോൾ പ്രാഥമിക കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളുമുണ്ട് ഇടത്താവളത്തിൽ. അത് തീർത്ഥാടന കാലഘട്ടത്തിൽ മാത്രമേ നമുക്ക് തുറന്ന് കിട്ടത്തുള്ളൂ. കണ്ട് ടോയ്ലറ്റും ലേഡീസ് ടോയ്ലറ്റും ജെൻസ് ടോയ്ലറ്റും എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെയാണ് ഏഴമാനും പോത്തും കാട്ടുമൃഗങ്ങളൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലം. ഇവിടെ 7ാമത്തെ സംഗമ സ്ഥലമായിട്ടാണ് ഈ ചെറിയൊരു കുരിശടിയുമായിട്ട് ഇവിടെ കാണുന്നത്. മാതാവിൻ്റെ അടുത്ത് വന്ന് അല്പം നേരം നിൽക്കാൻ സാധിച്ചതിന് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. ഇവിടെ എല്ലാം ഭക്തജനങ്ങൾ ഗ്ലാസ്സിൽ പ്രാർത്ഥനകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. 8ാം കുരിശ് 8ാം സംഗമ സ്ഥലമായ 8ാം കുരിശിന് തുടക്കത്തിൽ ഒരു വലിയ ചെങ്കുത്തായ പാറാണ് ഈ കാണുന്നത്. ഈ 8ാം സംഗമ സ്ഥലത്ത് നിന്ന് നമ്മൾ വീണ്ടും 9ാം സംഗമ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. 9ാം സംഗമ സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ ഒരു കുരിശ് നാട്ടിയിട്ടുണ്ട്. മഴക്കാറ് ചെറുതായിട്ടുണ്ട്. ചെറിയ മഴക്കാറ് വരുന്നുണ്ട്. കാറ്റ് കുറവ്. നമുക്ക് കയറി പോകാമെന്നാ. മൊബൈലിൽ നല്ല നല്ല കീർത്തനങ്ങളും ഒക്കെ ഇട്ടിട്ടാണ് ഇവിടെ ഉണ്ണിയണ്ണൻ കയറി വരുന്നത്. ഏതായാലും അടിപൊളി എക്സ്പീരിയൻസാണ്. ഓരോ സ്റ്റെപ്പും സ്റ്റെയർ കേസിൽ കയറുന്ന കണക്ക് കയറിയാൽ മാത്രമേ, സ്റ്റെയർ കേസിനേക്കാളും കഠിനമാണ് കേട്ടോ. കാരണം ഓരോ സ്റ്റെപ്പും ഒരു 3 സ്റ്റെയർ കേസിൻ്റെ 3 സ്റ്റെപ്പിൻ്റെ പൊക്കമാണ് ഓരോ പാറയും തമ്മിലുള്ളത്. നല്ല ഒരു കുത്തുകയറ്റം കയറിയിട്ടാണ്, നല്ലൊരു തേര് കയറിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇനിയും എളുപ്പമായിട്ട് കയറുകയാണ്. ചെറുതായിട്ട് ഇപ്പം മഴ പെയ്യൊക്കെ ഉണ്ട്. നല്ലൊരു തേര് കയറിയിട്ടാണ് ഇവിടെ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൽ നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. നല്ല മഴക്കാറ് വരുന്നു. ഏതായാലും നമുക്ക് എത്രയും പെട്ടെന്ന് കുരിശുമലയിലേക്ക് എത്താൻ പറ്റുമെന്ന് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ അധികം റെസ്റ്റ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്കും നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഊന്നുമടിയും പിടിച്ച് നമുക്ക് കയറി വരാം. ഓക്കെ. നല്ല മഴക്കോളുണ്ട്. എവിടെ നമ്മൾ എത്തിപ്പെടുക, മഴ നനയുവാന്ന് അറിയത്തില്ല. ഏതായാലും നമുക്ക് മുകളിലേക്ക് കയറാം. അടിപൊളി മഴയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മഴയെ വകവയ്ക്കാതെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ചെല്ലുമെന്ന് അറിഞ്ഞൂടെ. പോകുന്നിടത്ത് അങ്ങോട്ട് പോട്ടെ. മഴയെങ്കിൽ മഴ, വെയിലെങ്കിൽ വെയിൽ. അവിടെ കൂടെ വന്ന് അണ്ണ മുകളിൽ കയറി കുരിശെല്ലാം എടുത്ത് കേട്ടോ. അതാ കണ്ട കുരിശൊക്കെ എടുത്ത്. മുകളിൽ നല്ല കോടമഞ്ഞെന്നാണ് പറയുന്നത് അല്ലേ? കോടമഞ്ഞ്. നല്ല മഞ്ഞുണ്ട്. നല്ല മഞ്ഞ്, നല്ല കാറ്റ്, മഴയും ഉണ്ടാണ്. ചെറിയ ചാറ്റൽ മഴ. പെയ്യാ വരില്ല. കുറെ നേരം അവിടെ ഇരുന്ന് നല്ല കാറ്റല്ലേ.
അപ്പോൾ നമ്മുടെ കൂടെ വന്ന ശിവാണ്ണനാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് മുക്കാൽ ഭാഗം എത്തിയപ്പോഴേക്കും ശിവാണ്ണൻ മുകളിൽ കയറി ഇവിടെ തിരിച്ച് വന്നതാണ്. അപ്പോൾ അപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇനി മരുന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം കൂടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും 2 പേരായിട്ടാണ് മുകളിലോട്ട് കയറുന്നത്. ശിവാണ്ണൻ താഴോട്ട് പോവുകയാണ്. പിന്നെ മഴയും കൂടെ ആണല്ലോ, അപ്പോൾ നനയാതെ വീട്ടിൽ എത്തണ്ടേ, മക്കളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ശരി, നമുക്ക് ശിവാണ്ണനെ ടാറ്റ പറഞ്ഞിട്ട് നമുക്കിനി മുകളിലോട്ട് കയറാം അല്ലേ. ശരി, ബൈ ബൈ. നമ്മൾ നല്ലൊരു മഴ വന്നു. നമ്മൾ മാവും ചോട്ടിൽ നിന്ന് പിന്നെ ഒരു ട്രെയിൻ കോട്ടുണ്ടായിരുന്നു, 2 പേരും കൂടെ തലയിലിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നടന്നു പോവുകയാണ്. ഉണ്ണിയുടെ തലയുടെ രൂപമൊക്കെ മാറി. എനിക്ക് പിന്നെ തലയിൽ അകത്ത് ഒന്നുമില്ല, പുറത്ത് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏതായാലും നമ്മൾ വീണ്ടും മല കയറി പോവുകയാണ്. അപ്പോൾ വെള്ളത്തിലല്ല, ഇവിടെ ഇരുന്ന് കയറി. ഇവിടുന്ന് അങ്ങോട്ട് കയറ്റമാണല്ലോ, നല്ല കുത്ത് കയറ്റമാണ്. നല്ല കുത്താന്നല്ല, നിങ്ങൾ നല്ലൊരു കുത്തനെ കയറ്റമാണ്. ഇത് കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ നല്ല സ്ലോപ്പായിട്ടുള്ള സ്ഥലമാണെന്നാണ് നമ്മുടെ ഉണ്ണിയണ്ണൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ണിയണ്ണനെ നോക്കി വെച്ചോ കേട്ടോ. നമുക്ക് ഒരു മുതൽക്കൂട്ടാണ് വരുന്ന, എല്ലാവർക്കും ഒരു മുതൽക്കൂട്ടാണ്. അപ്പോൾ നിങ്ങൾ സോളോ ആയിട്ട് വന്നാലും ഗ്രൂപ്പായിട്ട് വന്നാലും നമ്മുടെ ഉണ്ണിയണ്ണൻ്റെ വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ണിയണ്ണനെ നോക്കി വെച്ചോ, നിങ്ങൾക്ക് ആവശ്യമായ ഹെൽപ്പൊക്കെ തരും. പിന്നെ ഈ സ്റ്റെപ്പുകളെന്ന് പറയുന്നത് നമ്മുടെ ഏണി കുത്തിച്ചാരി വെച്ചിരിക്കും പോലെയുള്ള സ്റ്റെപ്പുകളാണ്. അത് ഒരു 3 പടി 4 പടി നമ്മുടെ സാധാരണ സ്റ്റെയർ കേസിൻ്റെ 4 പടിയുടെ ഉയരത്തിലാണ് ഓരോ സ്റ്റെപ്പും ഉള്ളത്. അപ്പോൾ ഇങ്ങനെ പിടിച്ച് ഓരോ സ്റ്റെപ്പും പിടിച്ച് ഇങ്ങനെ കയറണം. പിന്നെ യുവാക്കളാണെങ്കിൽ ഒരു 18, 20, 25 വയസ്സുള്ള യുവാക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ല ടക്കടൊക്കെ കയറി പോകാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല മഴയുണ്ട്. ഇതാണ് അപകടം പിടിച്ചത് കണ്ടാണ്. ഇങ്ങോട്ടാ ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത്. ഈ മഴയ്ക്കും കോളും ഉള്ള സമയത്ത് ഇതിൻ്റെ അരിയിൽ കൂടെ നടക്കരുത്, കാറ്റൊക്കെ ഉള്ള സമയത്ത് ഇതിൻ്റെ അരിയിൽ കൂടെ നടക്കരുതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കണ്ട് വേണം ഈ ഭാഗത്തിലേക്ക് വന്നിരിക്കാവുന്ന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് കൂടെയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇപ്പം കോട ഇറങ്ങിയിരിക്കുന്നതുകൊണ്ടും നല്ല മഴയുള്ളത് കൊണ്ടും നമുക്ക് അത് നയനമനോഹരമായിട്ട് കാണാൻ പറ്റില്ല. നല്ല കോടയും കൂടെ ഉള്ളതുകൊണ്ടാണ്. അതെല്ലാം തന്നെ ഇവിടുന്ന് പേച്ചിപ്പാറ നമ്മുടെ ബേസ് ക്യാമ്പും എല്ലാം അതിമനോഹരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഈ സ്ഥലം. അപ്പം അവിടെ നിന്ന് നമ്മൾ മേൽപോട്ട് കയറിപ്പോവുകയാണ്. പക്ഷേ ഇപ്പോൾ കോട കാരണം കറക്റ്റായിട്ട് ഇപ്പോൾ നമുക്കതൊന്നും കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഈ മഴ സീസണിൽ കയറിക്കൊണ്ടുള്ളൊരു കുഴപ്പമാണ്. എന്നാലും നമ്മളൊരു ഇത് കയറി ഒരു 3/4 ഭാഗം വരെ നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് കിട്ടിയിരുന്നു. ഇതിന് നല്ല ക്ലൈമറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ 10ാം സംഗമ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. പക്ഷേ നല്ല കോടയാണ്. കോട കാരണം നമുക്ക് എടുക്കാൻ പറ്റാത്ത കണ്ടീഷൻ, മഴയും കോടയും എല്ലാം ഒരുപോലെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഒന്നുകൂടി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. നല്ല മഴയുണ്ട്, നല്ല കോടയുണ്ട്, നല്ല അടിപൊളി ഒരു ക്ലൈമറ്റ്. മഴയെ കൊണ്ട് നമ്മളിപ്പോൾ കയറുകയാണ്. ഏതായാലും മുകളിൽ എത്താറായപ്പോൾ നല്ലൊരു മഴ കിട്ടി. അപ്പോൾ ശരീരത്തുണ്ടായിരുന്ന ചൂട് ഒക്കെ ഒന്ന് മാറി ഒന്ന് കൂളായിട്ടുണ്ട്. കിതപ്പിലും നമുക്കൊന്ന് നോർമലായിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ചുവട്ടിൽ ചുമ്മാ ഇരുന്നാണ്. ഈ 10ാം സംഗമ സ്ഥലത്ത് വന്നപ്പോൾ കുറച്ച് ഇരുന്നാണ്. നമ്മളിരുന്നതേ തുടർന്ന് മേൽപോട്ട് കയറി പോവുകയാണ്. ശരി, ബായോ. അങ്ങനെ ഞങ്ങൾ 11ാം സംഗമ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. കുരിശുമലയിലെ കുരിശുപാതയുടെ സിൽവ പാതയുടെ 11ാം സംഗമ സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല മഴയും കോടമഞ്ഞും എല്ലാമാണ്. അപ്പോൾ നമ്മൾ കണ്ട് ഇതൊക്കെ ഇപ്പോൾ നമ്മളെല്ലാം നനഞ്ഞാണ് ഇരിക്കുന്നത്. 11ാം സംഗമ സ്ഥലത്തിൽ ഒരു ഷെഡുണ്ട്. ആ ഷെഡിൻ്റെ നോട് ചേർന്നാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ വാട്ടർ ടാങ്കും ഉണ്ട്, വാട്ടർ ടാങ്കുകളൊക്കെ ഉണ്ട്. നല്ല മഴയായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് കണ്ട കോടയാണ്. നല്ല കോടയും മഞ്ഞും മഴയും എല്ലാം ഉണ്ട് കണ്ടോ. കാരണം ഇത് 11ാം സംഗമ സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ നമ്മുടെ ഉണ്ണിയാണ് ഇരിക്കണത് കണ്ട, സ്മാർട്ടായിട്ട് ഉണ്ണിയാണ് ഇരിക്കണം. ഞാനാണ് വളരെ ടയേർഡ്. അണ്ണൻ ടയേർഡല്ലല്ലോ? അല്ല കണ്ട അണ്ണനെ നിങ്ങളെല്ലാവരും നോക്കി വെച്ചോ. എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങളാണേലും ഷെൽട്ടറിങ് ആണേലും എവിടെയെങ്കിലുമൊക്കെ അടിവാരത്തിലാണേലും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്കും അഡ്വൈസൊക്കെ തരുന്നതിന് ഉണ്ണിയണ്ണ നിങ്ങൾക്ക് ഉപകരിക്കും. അദ്ദേഹം തിരക്കുള്ള ഒരാളാണ്. ജോലിക്കൊക്കെ പോവുകയാണെങ്കിലും ഫോണിലൂടെ കോൺടാക്ട് ചെയ്താൽ തന്നെ അത്യാവശ്യം വേണ്ട അഡ്വൈസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് തരാൻ സാധിക്കും.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരുന്നവർ യുവാക്കൾ കൂട്ടമായിട്ട് വന്നാലും അല്ലെങ്കിൽ മറ്റൊരാളെ ഏർപ്പെടുത്തി തന്നിട്ടാണേലും മുകളിൽ മല കയറ്റാനുള്ള സംവിധാനങ്ങൾ നടക്കാൻ പറ്റും. അപ്പോൾ ഇത് ഈ ജൂൺ മാസത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കണക്കാണ് മഴയൊക്കെ നനഞ്ഞ് നമ്മൾ കയറേണ്ടി വരെ കണ്ട. ഇപ്പോൾ അണ്ണന് മഴയൊക്കെ നനഞ്ഞ് കണ്ട തലമുടിയൊക്കെ. ഇപ്പോൾ ഞാനും അത് കണക്ക് തന്നെ എൻ്റെ മുട്ടത്തലേപ്പിനെ ഒന്നും നിൽക്കില്ല, അതുകൊണ്ട് അറിയാത്തതാണ്. ഇപ്പോൾ പാൻറ്റും ഷൂവും ഇതെല്ലാം നനഞ്ഞില്ല, ബാഗും എല്ലാം നനഞ്ഞാണ് നമ്മൾ കയറിയത്. ആ നനയുന്നതിനകത്ത് നമുക്ക് പ്രശ്നമില്ല, കാരണം നമ്മൾ ചവിട്ടി കയറി വരുമ്പോൾ നമ്മൾ പഴുത്താണ് കയറി. ഇച്ചിരി മഴയൊക്കെ കൂടെ കിട്ടുന്നത് നല്ലതാണ്, നമുക്ക് കൂളായിട്ട് കയറി വരാം. പക്ഷേ എല്ലാവർക്കും മഴ നനയുന്നതിനോട് ഇൻട്രസ്റ്റ് കാണില്ല. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയാണല്ലോ. നല്ല വെയിലത്ത് വരുമ്പോഴും ഒരുപാട് വെള്ളം നമ്മൾ കരുതണം, 2-3 കുപ്പി വെള്ളമെങ്കിലും കരുതണം. ഇച്ചിരി കാപ്പി പോലെ അതിൻ്റെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് മേൽപോട്ട് കയറുന്നത് നല്ലതാണ്. ഇപ്പം നമ്മൾ ഭക്ഷണം കാപ്പിയൊക്കെ എണ്ണം വാങ്ങിച്ച് ബാഗിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, നമ്മൾ മുകളിൽ ചെന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 11ാം സംഗമ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് ഇപ്പം മുകളിലോട്ട് കയറാനുള്ള നല്ല മൂടും കാര്യങ്ങളുണ്ട്, മഴയാണെങ്കിലും പ്രശ്നമില്ല. പക്ഷേ നമുക്ക് വീഡിയോ എടുത്താൽ നല്ല രീതിയിൽ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് നേരം ഇരിക്കുകയാണ്. ഇത് ഇന്ന് കഴിഞ്ഞിട്ട് മഴ എങ്ങനെയുണ്ടെന്ന ക്ലൈമറ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് അത്യാവശ്യം വീഡിയോ ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ അത്യാവശ്യം വീഡിയോയുടെ എടുത്തെടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നമ്മൾ കുറച്ച് നേരം ഇരിക്കുന്നതാണ്. എന്നാലും തുടക്ക സമയത്ത് എനിക്ക് ഭയങ്കര നെഞ്ചടിപ്പും അതുപോലെയൊക്കെ അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം നമ്മൾ ഇടത്താവളത്തിൽ വന്നപ്പോഴേക്കാവും നമുക്കൊരു കമ്പ് കിട്ടി, വളരെ ഉപകാരപ്രദമായി. അതുകൂടെ പിടിച്ച് കുത്തിക്കയറി വന്നപ്പോൾ വാക്കിംഗ് സ്റ്റിക്ക് ഇതുപോലെ മലകയറ്റത്തിൽ നിശ്ചിത പ്രായം കഴിഞ്ഞവർ അത് കയ്യിൽ കരുതുന്നത് നല്ലതാണ്. ജൂൺ മാസത്തിൽ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും, മഴ പോലെയുള്ള ക്ലൈമറ്റ് ആയിരിക്കും ജൂൺ ജൂലൈ മാസം. അത് കഴിഞ്ഞാലൊക്കെ വീണ്ടും നമുക്ക് കുരിശുമല കയറ്റം കയറാമെന്നുള്ളതാണ്. യുവാക്കളൊക്കെ ഇപ്പോൾ ഇത് കയറി വരണമെന്നുള്ളത് യുവാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപകാരപ്പെടുന്നത്. കാര്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം എനിക്കിപ്പോൾ തന്നെ ഈ കോട ഇവിടെ കയറിയിരുന്ന ഈ കോടയൊക്കെ കാണുമ്പോഴും ഈ മഴയൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ്. അത് പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ്. നിങ്ങൾ കൂട്ടുകൂടി വരികയാണെങ്കിൽ അപ്പോൾ പരസ്പരം അതൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് പങ്കുവെച്ച് കയറി പോകാൻ പറ്റും. ഇപ്പം നല്ല ഇതുപോലുള്ള ക്ലൈമറ്റിനെ അതിജീവിച്ച് വരാൻ പറ്റുന്നവർക്ക് ഇപ്പോഴും വരാം, സോളോയായിട്ടും വരാം. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവരാണ് മഴക്കാലത്ത് വരണ്ട. മഴക്കാലത്ത് വരണ്ടാന്നല്ല, വരികയാണെങ്കിൽ കൂടെ ഇതുപോലെ ഒരു ഗൈഡിനെ പോലെ ആരെങ്കിലും പ്രാദേശികവാസികൾ ആരെങ്കിലും ഉൾപ്പെടുത്തി കൊണ്ട് വരുന്നതാണെന്നല്ല. അജീവ്കുമാർ അണ്ണൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. നിങ്ങൾ അതെടുത്ത് കോൺടാക്റ്റ് ചെയ്ത് നേരത്തെ ഒരാഴ്ചക്ക് മുമ്പൊക്കെ വിളിച്ച് പറഞ്ഞ് കോൺടാക്റ്റ് ചെയ്ത് പറയണം, അണ്ണൻ്റെ ഡീറ്റെയിൽസൊക്കെ തരും. അതനുസരിച്ച് നിങ്ങൾക്ക് ഫുഡ് ഐറ്റംസൊക്കെ വേണമെങ്കിൽ അണ്ണനെ വാങ്ങിച്ച് കരുതി വെച്ചിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പൈസ അയച്ചു കൊടുക്കണമെങ്കിൽ വാട്സാപ്പിലൂടെ അയച്ചു കൊടുക്കാനും പറ്റും, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതല്ലാതെയും ചെയ്യാൻ പറ്റും. അപ്പം അത് എന്ത് രീതി വേണമെന്നുള്ള അണ്ണൻ എന്ത് പറഞ്ഞു തരും എൻ്റെ കാര്യങ്ങളൊക്കെ, ആ രീതിയിലൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇവിടുന്ന് നമ്മളിലും മഴ തീർന്നിട്ട് മേൽപോട്ടുള്ള വീഡിയോസൊക്കെ എടുക്കുന്നതായിരിക്കും. ഈ കുരിശുമലയിൽ CCTV ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടത് CCTV ക്യാമറ ഉണ്ട്, CCTV ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് കുടിവെള്ള ടാങ്കുണ്ട്. ഇപ്പോൾ മുകളിലോട്ട് കയറി വരുമ്പോൾ നല്ല കുടിവെള്ളമൊക്കെ ഇവിടെ കിട്ടും, നല്ല ശുദ്ധമായ കുടിവെള്ളം കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടാണ് മഴയ്ക്ക് കയറി ഇരുന്നത്. നല്ല മഴ നനഞ്ഞിട്ടുണ്ട്, അടിപൊളി മഴയായിരുന്നു. ആ മഴ നനഞ്ഞ് തന്നെയാണ് നമ്മൾ കയറിയത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ഷീണമൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ഒരു തുടക്കത്തിലുണ്ടായിരുന്ന ആ മസിൽ പിടുത്തവും ക്ഷീണമൊന്നും അറിയാതെ നമുക്ക് ആ മഴ വന്നപ്പോൾ ഒരു ഉപകാരമായി. ഇവിടെയാണ് മാതാവിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ. ഇവിടെ ഈ 11ാം സ്ഥലത്ത് വന്നിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇവിടെ മാതാവിനെ വെച്ചിട്ട് അപ്പുറത്തോട്ടുള്ള ഷെഡ് മറ്റേ പാചകത്തിനുള്ള ഇവിടെ മാതാവിനെ വെച്ചിട്ട് പ്രാർത്ഥനയും പ്രാർത്ഥിക്കും. ഇവിടെ വന്ന് കടകൾ കച്ചവടങ്ങൾ ചെയ്യണം. തീർത്ഥാടന സമയമാകുമ്പോൾ ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ടാണ്. അതിൻ്റെയൊക്കെയാണ് ഈ കുറ്റി ഷെഡുകളൊക്കെ കാണുന്നത്. ഇപ്പൊ പൊളിഞ്ഞു കിടക്കുന്ന ഷെഡുകളെല്ലാം അവർ വെച്ചിരിക്കുന്നതാണ് ഇതുവരെ. അപ്പോൾ ഇത് കണ്ട ഈ ഷെഡുകളെല്ലാം തീർത്ഥാടന സമയത്ത് മാത്രം അവർ പുതുക്കി കെട്ടി വീണ്ടും ഇവിടെ കച്ചവടമൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ ഇട്ടിരിക്കുന്ന ഷെഡുകളാണ്. തീർത്ഥാടന സമയം കഴിയുമ്പോഴേക്കും ഷെഡുകളൊക്കെ പൊളിച്ചവർ കൊണ്ടുപോകും. അതിൻ്റെ മേൽക്കൂരെല്ലാം പൊളിച്ച് കൊണ്ടുപോയിട്ട് കുറ്റികൾ മാത്രം ഇവിടെ നിർത്തും. ഇപ്പോൾ നല്ല നല്ല കോടയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്, ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എടുത്തു പോകാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് തിരിച്ചിറങ്ങാൻ ഒരുപാട് ലേറ്റാവാൻ തോന്നുന്നല്ലേ. അപ്പോൾ അതാണ് തിരിച്ചെടുക്കാം. നമ്മളതിലെ പിന്നെ തിരിച്ച് ഇറങ്ങുമ്പോഴും എന്നാലും വലിയ കുഴപ്പമില്ല. നോക്കത് കിട്ടുന്നുണ്ട്, അതാണ് എടുക്കാൻ പറഞ്ഞത്. ഇതിൽ സൂമ കറക്റ്റാ കിട്ടും, മറ്റേ നമ്മുടെ ഫോണിൽ കിട്ടൂല. നിങ്ങളതിൽ കിട്ടുന്നുണ്ട് നല്ല ക്വാളിറ്റി. അപ്പോൾ നല്ല കോടയാണ്, നിങ്ങളിത് കാണുന്നുണ്ടല്ലോ, കോട കാണുന്നുണ്ടല്ലേ, അടിപൊളി കോടമഞ്ഞാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു പാട്ട് വരുന്ന വെച്ചാൽ കോടമഞ്ഞിൽ ഈ താഴ്വരയിൽ വന്ന സമയത്ത് ഇതൊക്കെ കാണാൻ ഓർഡർ ഏതാ
ഈ ക്ലൈമറ്റിലെ ഒരു നല്ല ഒരു ഇല്ല ഇത് എപ്പോഴും കിട്ടുന്നതല്ലേ ഈ കോട. അതുകൊണ്ടാണ് ഈ കോടമഞ്ഞ് എപ്പോഴും കിട്ടുന്നത്. നോക്കുന്നത് ഈ അടിപൊളി പാട്ട് സീന് പറ്റിയ കോടമഞ്ഞാണ്. നോക്ക് അടിപൊളി പാട്ട് സീന് പറ്റിയ കോടയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോരോ ഇതാണ് പേരുകളാണ് പറയുന്നത് കേട്ടോ. കോടമഞ്ഞെന്നും മഞ്ഞെന്നും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ വെള്ളമേഘമാണ്. വെള്ളമേഘമാണ്. വെള്ളമേഘത്തെ ഓരോ സ്ഥലത്തും ഓരോരോ പേരുകൾ പറയും. അപ്പോൾ എനിക്കറിയാവുന്നത് കോടമഞ്ഞെന്നാണ്. അത് കോടയെന്നും പറയും. കോട രണ്ടർത്ഥമുണ്ട് കേട്ടാ. കോടയ്ക്ക് വേറെ അർത്ഥമുണ്ട്. നോക്കി അടിപൊളി കോടയാണ്. നല്ല വ്യക്തമായിട്ട് എടുക്കാനുള്ളത് എൻ്റെ അടിപൊളി കോടയാണ്. ഇപ്പോൾ ഇത് ചുറ്റി പാൻ ചെയ്തൊക്കെ നമുക്കത് ഇങ്ങനെ എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ കോടമഞ്ഞ് നമ്മൾ ഊട്ടി കൊടൈക്കനാലിലൊക്കെ പോകുന്നൊരു ഫീലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കണ്ട. അപ്പോൾ നിങ്ങൾ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല ഫീലോടുകൂടി നമുക്ക് നടന്ന് കയറാൻ പറ്റും. അപ്പോൾ പ്രകൃതി സൗന്ദര്യം പൂർണ്ണമായിട്ട് നമുക്ക് മറ്റൊരു തലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകൃതിയുടെ പൂർണ്ണമായ ദൃശ്യഭംഗി നമുക്ക് കിട്ടില്ല. താഴോട്ടുള്ള ഇതൊന്നും കിട്ടില്ല. വ്യൂ പോയിന്റിൽ നിന്നാലും ഇങ്ങനെ കോട ഇറങ്ങിക്കൊണ്ട് നമുക്ക് ലോങ് സൈറ്റിലുള്ള അപ്പോൾ വെയിലൊക്കെ ആയി. ഇപ്പോൾ വെയിലൊക്കെ വരുന്നുണ്ട്. അയ്യോ നമ്മൾ കമ്പെടുത്തില്ലല്ലോ. കമ്പ് കുഴപ്പമില്ല. ഇവിടെ എത്തു വരെ തന്നെ ഞാൻ ഉണ്ട്. നിങ്ങളവിടെ ഞാൻ ഉണ്ട്. ഇനി എത്തിയല്ലേ? ഓഹോ. ഈ ഒരു വളവ് കയറിയാൽ മാത്രം ഇതാണ്. ഈ ഇവിടെ വന്ന് നമ്മളെ നോക്കി പിടിച്ചിരുന്നെങ്കിൽ താഴെയുള്ള എല്ലാം കാണാം. അതിനാണ് ഞാൻ പറഞ്ഞത് ഈ സൈഡ് ഒരു അപകടം പിടിച്ച സ്ഥലമാണ്. പക്ഷേ എന്താ ഒതുങ്ങി പോവും ആൾക്കാർ. ഡേഞ്ചർ പിടിച്ച സ്ഥലവുമാണ്, നല്ല വ്യൂ പോയിന്റുമാണ് അല്ലേ? കണ്ടത് ഇങ്ങനെ ചരിഞ്ഞ് സ്ലോപ്പായിട്ട് കിടക്കുന്ന പാറയാണ്. അതാണ് പറയുന്നത്, ഇത്രയും സ്ലോപ്പായിട്ട് കിടക്കുന്ന പാറയാണ്. അപ്പോൾ ഇതിൽ കൂടെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം. നമ്മൾ ദൂരക്കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വരുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ താഴെ ചെല്ലും. അപ്പോൾ അതുമാണ് മെയിൻ. അപ്പോൾ ഡേഞ്ചർ പിടിച്ച സ്ഥലവുമാണ്, നടക്കുന്നത് സൂക്ഷിച്ച് നടക്കണം. അതോടൊപ്പം നല്ല വ്യൂ പോയിൻ്റ് സ്ഥലം കൂടിയാണ് ഇതെന്നാണ് കണ്ടതോ. ഇവിടെ നിന്ന് ഈ കാണുന്ന സ്ഥലത്തൊക്കെ താഴത്തെ അടിവാരമൊക്കെ നല്ല വൃത്തിയായിട്ട് കാണേണ്ട സ്ഥലമാണ്. വൃത്തിയായിട്ട് താഴെയുള്ള സ്ഥലമെല്ലാം കാണേണ്ട സ്ഥലത്താണ് ഈ കണ്ട ഈ മഞ്ഞ് മൂടി കിടക്കുന്നത്. മുകളിലേക്ക് നോക്കിയാലും ഇതാണ് കുരിശ്. അവിടുത്തെ കുരിശ് കഴിഞ്ഞ് അടുത്ത കുരിശ്. അപ്പോൾ ഇതിപ്പോൾ 12ാമത്തെ കുരിശല്ലേ? 12ാമത്തെ കുരിശിൻ്റെ അടുത്ത് വന്ന് നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനിയിപ്പോൾ 13ാമത്തെ കുരിശിലേക്ക്. ഇത് 13 12ാമത്തെ കുരിശ് പറഞ്ഞത് നമ്മളങ്ങനെയാണ്. 13 ഇത് 13ാമത്തെ കുരിശ്. ഞാൻ 13 എടുത്തില്ല. അതും കവർ ചെയ്യണം, ഇതും കവർ ചെയ്യണം. അപ്പോൾ കോടമഞ്ഞ് അല്പം കുറഞ്ഞു വരുന്നുണ്ട്. എങ്കിലും നല്ല ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ക്ലൈമറ്റും കൊള്ളാം. മഴ വന്ന് മാറി വെയിൽ അധികം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഗുണവുമുണ്ട്. നമ്മൾ അത്രയ്ക്ക് ടയേർഡ് ആകുന്നില്ല. വീഡിയോ എന്തോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഫുള്ള് കോടയാണ്. അടുത്തേക്ക് അണ്ണനെ കാണുമ്പോഴും കോട കണ്ടേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് കോട കണ്ട് തന്നെ പോകാം. നമുക്ക് തിരിച്ചു വരുമ്പോൾ കോട ഇല്ലെങ്കിൽ പ്രത്യേകം നമുക്ക് അടിപൊളി പ്ലേസ് വന്നപ്പോൾ അടിവാരത്തിൻ്റെയൊക്കെ ഫോട്ടോ വീഡിയോസ് നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് നോക്കാം. കോടയില്ലാതെ അടിവാരത്തിൻ്റെ ഭംഗികളൊക്കെ വീണ്ടും എടുക്കാൻ പറ്റുമോ നോക്കാം. ഏതായാലും നമ്മളിപ്പോൾ ഇനിയിപ്പോൾ തൊട്ടടുത്താണ് കുരിശുമലയുടെ അടുത്തെത്തി. ഏതാ ഏകദേശം അടുത്തായി. അപ്പോൾ ഇനി 1 കിലോമീറ്റർ ഒന്നുമില്ല. ഇവിടെ തൊട്ട് ഒരു 100 മീറ്റർ 125 മീറ്റർ. അതായത് 13ാം സംഗമ സ്ഥാനം കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ 14ാം സംഗമ സ്ഥാനം കഴിഞ്ഞാൽ പിന്നെ യഥാർത്ഥ കുരിശുമലയുടെ കറക്റ്റ് സ്പോട്ടിലേക്ക് അത് കഴിഞ്ഞ് ചെല്ലും. കോട ഒരു അല്പം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരെ കാണുന്നത് ഒരു ഷെഡും കുരിശും എല്ലാം ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. 14ാമത്തെ കുരിശിനടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊക്കെ നല്ല
വ്യൂ പോയിൻ്റ് കിട്ടേണ്ടതാണ് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമുക്ക് കോട കാരണം ഒരു രക്ഷയില്ല കണ്ടോ. നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളി വ്യൂ പോയിൻ്റാണ്. കാറ്റാടി ഇടയിലൂടെ ഉള്ള ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണ്. പക്ഷേ നമുക്കത് അനുഭവഭേദ്യമാകുന്ന രീതിയിലല്ല. ഏതായാലും നല്ലൊരു കോട അനുഭവം, നമുക്ക് ഊട്ടി കൊടൈക്കനാലിലൊക്കെ പോകും കണക്കുള്ള ഒരു കോട ഫീല്, കോടമഞ്ഞിൻ്റെ ഒരു അനുഭവമാണ് നമുക്കിപ്പോൾ നന്നായിട്ട് കണ്ടോ. നല്ലൊരു അനുഭവം കിട്ടി. കാരണം ഞാൻ ഇതുപോലെ ഉള്ള കോടമഞ്ഞ് എൻ്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഞാനിത് കണ്ടത്. വെള്ളയുടെ തെക്കൻ കുരിശുമലയുടെ മുകളിൽ നമ്മൾ ഏകദേശം എത്തിയിരിക്കുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ മുകളിലെത്തുകയാണ്. ഇനി ഏതാ അങ്ങനെ ഇവിടെ വന്നപ്പോഴല്പം വെയിലൊക്കെ കിട്ടി. നോക്കൂ, ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂസ് കിട്ടേണ്ടതാണ്. പക്ഷേ മുഴുവൻ കോടമഞ്ഞ് ആയിപ്പോയി. നല്ല വെയിൽ വന്നുകൊണ്ട് ഇനി ചിലപ്പോൾ കോട മാറി നമുക്ക് നല്ലൊരു തെളിച്ചം കിട്ടിയേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മളൊരു 10 ഇനിയിപ്പോൾ അത് മുകളിലേക്ക് നമ്മൾ കയറുകയാണ്. അങ്ങനെ നമ്മൾ കുരിശുമലയുടെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇതാണ്, അങ്ങനെ നമ്മൾ കുരിശുമലയുടെ ടോപ്പിലെത്തി. അപ്പം കോട ഇത് നോക്ക്, കോട ഇറങ്ങുന്ന കണ്ട ഈ മരത്തിൽ ഇത് ഇതിനകത്ത് പയ്യെ വന്നത് അവിടെ നിന്ന് നോക്കാം. പക്ഷെ അതുപോലെ തെളിയാണ് എങ്കിലേ ആ പ്രദേശമൊക്കെ. ഇതേതെന്നറിയാം, മാതാമല മാതാമല. അപ്പോൾ ഇത് ഇവിടെയൊക്കെ CCTV ഉണ്ട്. ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പോകാമെന്ന് ആരും വിചാരിക്കരുത്. ഇപ്പോൾ ഇവിടെ മുഴുവൻ CCTV എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കുന്നത് മാതാപ്പാറയിൽ കോടമഞ്ഞ് ഇറങ്ങി പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കണ്ട, കോടമഞ്ഞ് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ മരങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു വ്യൂസ് കിട്ടും. അതുപോലെ തന്നെ അടുത്തൊരു വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. കുരിശുമലയിൽ കയറി കഴിഞ്ഞാൽ 4 ഭാഗത്തുനിന്നും നല്ല വ്യൂ പോയിന്റ് നോക്കി നമ്മുടെ ഉണ്ണിയണ്ണൻ നമ്മളെ കൊണ്ട് പോവുകയാണ്. ഓക്കെ അവിടെ ഇരുന്ന് അടിപൊളിയാണ്. അദ്ദേഹം നിങ്ങൾ നോക്കണ്ട അത് ഇതായതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഡാം കരയൊക്കെ കാണാനുള്ളത്. ഇത് മഞ്ഞ് മൂടി, മഞ്ഞ് മാറി കാണാം. മാതാമലയിലാണ് ഇപ്പൊ ഈ കോടമഞ്ഞ് കാണുന്നത്. തെക്കുപാറ പള്ളി ഏതോ ഇരിക്കുന്നുണ്ട്. തെക്കുപാറ പള്ളി കാണുന്നല്ലേ? തെക്കുപാറ അങ്ങൊരു കോവില്, അങ്ങൊരു കോവിലാണ് കാണുന്നല്ലേ? അടിപൊളി കണ്ട, അടിപൊളി നല്ല ദൃശ്യം. നോക്കി മാതാപ്പാറയിലെ കോട പോകുന്നത് കാണാൻ നല്ല രസമുണ്ട് കാണാൻ. നയനമനോഹരമായ കാഴ്ചകളാണ്. വന്നാല് എടുക്കാൻ ഇതാണ് വെറൈറ്റി സാധനം. എടുക്കാൻ പറയണ മുളയൊക്കെ ഇതിന്റെ ഈ പാറയിടക്ക് മുളയൊക്കെ കിളുത്ത് വന്നിട്ടുണ്ടല്ലേ? കോട നമ്മുടെ അടുത്തുകൂടെ അടിച്ചു മാറിയെങ്കിലേ നിങ്ങൾക്ക് എടുക്കാം. പയ്യെ അങ്ങ് പോവല്ലേ. മഴയെ അതിജീവിച്ച് കുട്ടികളും പിള്ളേരും ഒക്കെ നമ്മുടെ വരുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, കുട്ടികളും ഒക്കെ മഴയും കൊണ്ട് അതിജീവിച്ച് അവരും വന്നിരിക്കുകയാണ്. വേറെ കുളിച്ച് നനഞ്ഞ് ഇത് വഴിയാണ്. അപ്പം അതെനിക്ക് അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ പറ്റിയ പൈനാപ്പിൾ മരം പോലെ തോന്നി. ഇല്ല, എല്ലാം കാണും. എല്ലാ കൃഷി അങ്ങോട്ടൊക്കെ ചെയ്യുന്നവരാണ്.
മുന്തിരി കൃഷി അത് ഇത് ചപ്പ് നമ്മളെ മറ്റേ ഡാം നെയ്യാർ ഡാം അതാ പേച്ചിപ്പാറ ഡാമാ 2 ഡാമിൻ്റെ തൊട്ട് പക്ഷെ അത് വ്യക്തമായിട്ടായാലും നമുക്കറിയാം ഇപ്പുറം അപ്പുറവും കിടക്കും അത് പേച്ചിപ്പാറ ഡാമാണ് ഡാമിൻ്റെ ഷട്ടർ കിടക്കും. ഇനി ഇത് ഇവിടെ ഒരു ഇത് കാണിക്കുമായിരുന്നു പക്ഷെ അതിപ്പോൾ കാണാൻ പറ്റില്ല മഞ്ഞ് കാരണം ഇത് എന്ത് മരമാണ് ഇത് ചന്ദനമാണ് അല്ലല്ലോ ഓടി വന്ന് ചാടി വീഴുന്നാണ് ഇതിന്റെ പുറത്ത് കയറണം നമ്മൾ അറിയാന്നുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. ഗുണ കേവ് പോലെ തെക്കൻ കുരിശുമലയോട് ചേർന്ന് ടോപ്പിൽ കുരിശിനോട് ചേർന്ന് ആ വലതുവശത്ത് ആ ഗുണ കേവ് പോലെ ഒരു കേവ് ഇവിടെ ഉണ്ട്. ആ കേവിലേക്കാണ് നമ്മൾ ക്യാമറ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഗുണ കേവിൽ വീണ് കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ എന്തൊക്കെയോ മാർഗങ്ങളുണ്ട്. അങ്ങനെ യാതൊരുവിധ മാർഗമില്ലാത്ത ഒരു കേവാണിത്. 3000 അടി താഴ്ചയിലേക്കുള്ള ഒരു കേവാണ് ഈ കാണുന്നത്. അപ്പോൾ ഏതായാലും തീർത്ഥാടന സമയത്ത് ഇതെല്ലാം അടച്ചിട്ടാണ് ആ തീർത്ഥാടകരെ ഇങ്ങോട്ട്. നമ്മുടെ യുവാക്കളൊക്കെ ഇത് പ്രകൃതിയൊക്കെ ആസ്വദിച്ചിട്ട് നമ്മുടെ യുവാക്കളെല്ലാം ദൃശ്യഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ശരി. നല്ല കോടമഞ്ഞും മഴക്കാലത്തെ കോടമഞ്ഞും മഴയും എല്ലാം കണ്ട് ഞങ്ങൾ അത് പ്രത്യേകം എടുത്തേക്ക്. നമ്മുടെ ഉണ്ട് വീഡിയോ ഉണ്ട്. എൻ്റെ പേര് മധുകുമാർ. ഞാൻ ഇത് കുരിശുമലയിലാണ്. നമുക്ക് ഒരു 3-4 നല്ല യുവാക്കളെ കിട്ടി. അവര് നമ്മളോടൊപ്പം ഈ കോടമഞ്ഞും മഴയും എല്ലാം നനഞ്ഞ് കയറി വന്നവരാണ്. അവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് അടിപൊളി വൈബാണെന്ന് അവരും പറയുന്നുണ്ട്. എങ്ങനെ അടിപൊളി സ്ഥലം, നല്ല വൈബ്. ഗുണ കേവിനേക്കാൾ വലിയ കേവ് കണ്ട് അല്ലേ? എല്ലാം കണ്ട് അവൻ ഉടുപ്പിടാതെ നടന്നതും നല്ല വൈബ് പിള്ളേർ കേട്ടോ. നല്ല കോപ്പറേറ്റ് ചെയ്യുന്ന നല്ല വൈബ് പിള്ളേരാണ്. അപ്പൊ അവര് പിള്ളേരെന്ന് പറയുന്നത് യുവാക്കളാണ്. ഞാൻ തന്നെ രമേശ്. എന്റെ പേരാണ് രമേശ്. രമേശിന്റെ പേരിടണേ. നമ്മുടെ യുവാക്കളെല്ലാം അവരെല്ലാം പ്രകൃതിയൊക്കെ ആസ്വദിച്ച് കോടമഞ്ഞെല്ലാം ആസ്വദിച്ച് അവർ അടിവാരത്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ഓക്കെ. കോടമഞ്ഞ് നമ്മളെ അടിച്ചു തട്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മളിനി കുറച്ച് നേരം കൂടെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കോടമഞ്ഞ് മാറിക്കഴിഞ്ഞ് താഴെ അടിവാരത്തിലേക്കുള്ള വ്യൂവും വേച്ചിപ്പാറയും ഡാമും എല്ലാം ഉണ്ട്. ഇവിടെ നിന്ന് നല്ല ദൃശ്യഭംഗിയോടെ കാണാൻ പറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതുകൂടെ എടുത്തിട്ട് ഇറങ്ങും. അപ്പോൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് കോടമഞ്ഞ് മാറിയാൽ നമ്മൾ എടുത്തിട്ട് ഇറങ്ങും. കോടമഞ്ഞ് ഇറങ്ങിയതിനാൽ നമ്മൾ തൽക്കാലം ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടിവാരത്തിൽ നിന്ന് ഇടിയപ്പവും കിഴങ്ങ് കറിയും ചമ്മന്തിയും വാങ്ങിയിട്ടുണ്ട്, ചട്നിയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും കഴിച്ചുകൊണ്ട് ഇവിടെ 1/4 മണിക്കൂർ ഇവിടെ ഇരിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഉണ്ണിയെണ്ണം കഴിച്ചു തുടങ്ങി, അജുകുമാറെണ്ണം കഴിച്ചു തുടങ്ങി. അപ്പോൾ ഇനിയിപ്പം ഞാനും കൂടെ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് വീണിടം വിഷ്ണുലോകം. അതാണ് ഈ ട്രാവൽ ബ്ലോഗ് ചെയ്യുന്നവരുടെയൊക്കെ അവസ്ഥ. അതാണ് വീണിടം വിഷ്ണുലോകം. അപ്പോൾ നമ്മളിത് 2-3 ഇടിയപ്പവും ചമ്മന്തിയും കിഴങ്ങ് കറിയൊക്കെ കഴിച്ച് 1/4 മണിക്കൂർ ഇവിടെ ഇരുന്ന് അതിന് ശേഷം നമുക്ക് നല്ല ക്ലൈമറ്റ് വന്നാൽ, കോടമഞ്ഞൊക്കെ മാറി നല്ല ക്ലൈമറ്റ് വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും അടിവാരത്തിലുള്ള പീച്ചി ഡാമും നെയ്യാർ ഡാമും മലയും ഒക്കുന്നി മലയും ഈ എല്ലാത്തിൻ്റെയും ദൃശ്യം ഒന്നുകൂടി എടുക്കാൻ പറ്റുമോ നോക്കും. അപ്പോൾ അത് എടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അതൊരു എടുത്തിട്ട് നമ്മൾ ഇറങ്ങത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഇടിയപ്പം കഴിച്ചിട്ട് വീണ്ടും നമുക്ക് കാണാം.